ഒരു 18 വയസ്സുകാരിയുടെ മുന്നിൽ കനലായെറിഞ്ഞ ചോദ്യങ്ങൾക്കുത്തരം, ഉടുതുണി പോലും അപ്പൻ്റെ മുൻപിൽ അടിയറവ് വെച്ച് ഒന്നുമില്ലാത്തവനായി ദൈവത്തെ തേടിയലഞ്ഞ ഫ്രാൻസിസിൽ അവൾ കണ്ടെത്തിയപ്പോൾ ഒരു ഓശാന ഞായറാഴ്ച സർവവും ഉപേക്ഷിച്ച് അവളും അതേ വഴി തേടിയെത്തി. പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെ പവിത്ര പാതയെക്കുറിച്ചുള്ള ഫ്രാൻസിസിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ക്രിസ്തുവിനെ പ്രതി എനിക്കെല്ലാം സാധിക്കും എന്നായിരുന്നു അവളുടെ ഉറച്ച മറുപടി. അഴകിൻ്റെ അടയാളമായ തൻ്റെ സ്വർണ്ണ തലമുടി അറുത്തുമാറ്റി അവൾ ആരംഭിച്ച സന്യാസ ജീവിതത്തിന് സൈന്യ സന്നാഹങ്ങളോടെ തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ വന്ന മൊണാൾഡോ പ്രഭുവിൻ്റെ ഭീഷണികൾക്ക് മുൻപിലും തിരുമുറിവുകളിൽ അന്ത്യചുംബനം നൽകി പ്രിയ വഴികാട്ടി ഫ്രാൻസിസിനെ യാത്രയാക്കേണ്ടി വന്ന വേദനയുടെ മുൻപിലും ഒരുലച്ചിലുമുണ്ടായില്ല. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാതെ പരിപൂർണ ദാരിദ്ര്യം ജീവിക്കാനുള്ള വാശിക്ക് മുൻപിലും മാർപ്പാപ്പ പോലും കീഴടങ്ങി എന്നത് ചരിത്രം. ഒടുവിൽ ജീവിതം മുഴുവൻ ചേർത്തു പിടിച്ച കുരിശും പൊരുതി നേടിയ നിയമാവലിയും കൈകളിൽ മുറുകെ പിടിച്ച് ഹൃദയത്തിൽ ക്രിസ്തുവും അധരത്തിൽ അവനോടുള്ള ആരാധനയുമായി ക്ലാര തൻ്റെ അവസാന യാത്രയ്ക്കൊരുങ്ങി. ഒരിക്കൽ കൊട്ടാരം വിട്ടിറങ്ങിയ ആ 18കാരി ഇപ്പോൾ ഭൂമിയെയും വിടുകയായിരുന്നു. അവൾ കണ്ണുകളടച്ചു. മരണം അവൾക്ക് അവസാനമായിരുന്നില്ല. താൻ ജീവിതം മുഴുവൻ സ്നേഹിച്ച ക്രിസ്തുവിലേക്കുള്ള അവസാന ചുവടായിരുന്നു അത്.